നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ അമ്മ എന്താ ഇതെല്ലാം? എന്തിനിപ്പോ ഡോക്ടറെ വിളിച്ചു വരുത്തിയേ? ഇനി ശ്യാമയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ശ്യാമയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതോ ശ്യാമ തന്നെയാണോ പ്രശ്നം എന്ന് അറിയാൻ വേണ്ടിയാ ഡോക്ടറെ വിളിപ്പിച്ചത്? എഴുന്നേറ്റുള്ളൂ ഊട്ടി. ഇപ്പോ കഴിക്കുന്ന മെഡിസിൻസ് ഏതാ? ലിസ്റ്റ് എല്ലാം ഫയലിലുണ്ട്. വേണ്ട വേണ്ട, ഇരുന്നോ, ഞാൻ എടുത്തോളാം. ഈ മെഡിസിൻസ് എല്ലാം കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? ആ ഉണ്ട് ഡോക്ടർ. പരിശോധന കഴിഞ്ഞു. സത്യമ്മയല്ലേ എന്നെ വിളിച്ചത്. വിവരങ്ങൾ ഞാൻ അവരോട് പറഞ്ഞോളാം. എന്തായി കുഞ്ഞേച്ചി? ക്ഷമേ, നീ ഇവിടെ ഇരുന്നോ. അത് ഞാൻ ഡോക്ടർ പോയി കഴിഞ്ഞാൽ വേഗം പുറത്തേക്ക് വരണം. ഞാൻ പുറത്ത് പോയിട്ട് വരുന്നത് പോലെ പുറത്തുനിന്ന് അകത്തേക്ക് വന്നോളാം. ശരി. അങ്ങനെയാണോ? സത്യം വെളിപ്പെട്ടിരുന്നെങ്കിലോ എനിക്കത് ഓർക്കാൻ പോലും വയ്യ. ഏത് നിമിഷവും തല കറങ്ങി വീഴുമെന്ന് പേടിച്ചാ ഞാൻ അവിടെ നിന്നത്. നീ രക്ഷിച്ചു മോളെ. പക്ഷേ ശ്യാമ ഗർഭിണിയല്ലെന്ന് സുസ്മിതയ്ക്ക് എങ്ങനെ മനസ്സിലായിന്ന? അത് ഹോസ്പിറ്റലിൽ അവൾ ഉണ്ടായിരുന്നില്ലേ മോളെ? അവളുടെയും കൂടെ മുന്നിൽ വെച്ചല്ലേ നേഴ്സ് അബോർഷന്റെ കാര്യം പറഞ്ഞത്. സത്യമ്മ മാത്രമല്ല, നമ്മളും പേടിച്ചതല്ലേ. അബോർഷനായില്ലെന്ന് സത്യാമ്മയെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിച്ചത് ആ ഡോക്ടർ കൂട്ടുനിന്നതുകൊണ്ടല്ലേ. എന്തായാലും ഇനി കൂടുതൽ കരുതൽ വേണോ അമ്മേ? ഇതിപ്പം വേറെ ആരറിഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു. അറിഞ്ഞിരിക്കുന്നത് സുസ്മിതയാ. ഇനിയിപ്പം അതിന്റെ തെളിവുകൾ ശേഖരിക്കാനായിരിക്കും അവളുടെ ശ്രമം മുഴുവനും. കുഞ്ഞേച്ചി, പേടിക്കണ്ട മോളെ. സുസ്മിത ഒരു കുഴപ്പം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് നമ്മൾ അതിനെ പ്രതിരോധിച്ചിരിക്കും. നിന്റെ കുഞ്ഞേച്ചിയുടെ ഉറപ്പായത്.
ഇങ്ങനെ സങ്കടപ്പെടാതെ ആശാനെ, എല്ലാം ശരിയാകും. എല്ലാം ശരിയാവും. കേട്ട് കേട്ടെന്റെ കാത് തഴമ്പിച്ചു. നീ തന്നെ അത് എത്ര വട്ടം എന്നോട് പറഞ്ഞിട്ടുണ്ടാ? എന്നിട്ട് എന്താ ശരിയായേ? ഒന്നും ശരിയായിട്ടില്ല. എടാ, നിനക്കറിയോ, സാധാരണ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയല്ല ഞങ്ങള്. ഒരു സൗന്ദര്യ പിണക്കം ഉണ്ടായ ഒരു രാത്രിക്ക് അപ്പുറത്തേക്ക് നീങ്ങിയിട്ടില്ലത്. അത്രയ്ക്ക് ഇണക്കമുള്ള ദമ്പതികൾ. വിഷ്ണുവിന്റെ പെണ്ണ ശാലിനി. അതുപോലെ ഈ വിഷ്ണു ശാലിനിക്ക് മാത്രമുള്ളതാ. എടാ, ഞങ്ങളെ തമ്മിൽ അകറ്റ സുസ്മിത എന്തുമാത്രം ശ്രമിച്ചു, എന്നിട്ട് നടന്നോ വല്ലതും? ഞങ്ങളെ തമ്മിൽ അകറ്റാൻ വിധിക്ക് മാത്രമേ പറ്റൂടാ. ആ വിധി എന്തിനാ ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ക്രൂരമായിട്ട് ഇടപെടുന്നു എന്നുള്ളത് എന്റെ സങ്കടം. ഒന്ന് സമാധാനിക്കുക ആശാനെ. ചെറിയൊരു കള്ളം പറഞ്ഞതിന്റെ പേരിലല്ലേ സത്യാമ്മപ്പോ ഏടത്തമ്മ അകറ്റി നിർത്തിയിരിക്കുന്നത്. അതൊക്കെ മാറും ആശാനെ. ആശാന്റെ ഏടത്തമ്മയുടെ കുഞ്ഞുമായി രണ്ടുപേരും കൂടെ ജില്ലാ കളക്ടറിന്റെ ബോർഡ് വെച്ച കാറിൽ ഈ മുറ്റത്ത് വന്ന് ഇറങ്ങുന്നതെന്ന് ആലോചിച്ച് നോക്കിക്കേ. അത് നടക്കും ആശാനെ. നാളെ ഒരു നല്ല ദിവസം ഒന്ന് വിചാരിക്കേ. എന്റെ ദേവി, എന്റെ കുഞ്ഞുങ്ങളെ കാത്തോളണേ. കാര്യങ്ങളെല്ലാം വിചാരിച്ച പോലെ തന്നെ നടക്കാൻ നീ തന്നെ വഴി തെളിക്കണം. ഒരു ഞാണുമേ കളിയ ഇവരിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വേറെ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാ. തുണയ്ക്കണേ ദൈവങ്ങളെ. ഈ ശാരദയ്ക്കും മക്കൾക്കും സന്തോഷമേ വിധിച്ചിട്ടില്ലെന്നാണോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.